ഹലോ ഫ്രണ്ട്സ്, മെറി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 കിലോ ബ്ലാക്ക് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞെടുത്തിരിക്കുവാണ് ഈ മുന്തിരി. 1 കിലോ മുന്തിരിക്ക് 1/2 കിലോ പഞ്ചസാരയും 1.5 ലിറ്റർ വെള്ളവും ആണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കറുവപ്പട്ടയും ഗ്രാമ്പൂവുമാണ്. മുന്തിരി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ട്. നമ്മൾ വൈനിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അത് തുറന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് കലക്കി കൊടുക്കണം. കലക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല സ്പൂണിൽ. ഇനി നമുക്ക് ഭരണിയിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇടുന്ന സമയത്ത് നമുക്ക് കൈവച്ചൊന്ന് പൊട്ടിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഈ 6 കിലോ മുന്തിരിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 3 കിലോ പഞ്ചസാരയും ഒരു 15 കറുവപ്പട്ടയും 15 മുതൽ 20 വരെ കറയാമ്പൂ. ഈ ഭരണി ചെറുതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പകുതി ഇടുന്നുള്ളൂ, ബാക്കിയുള്ളത് വേറെ ഭരണിയിലാണ് ഇടുന്നത്. അപ്പോൾ പകുതി മുന്തിരിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറുവപ്പട്ട ഗ്രാമ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളമില്ലാത്തത് വെച്ചിട്ടായിരിക്കണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിറഞ്ഞു തുളുമ്പുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ഒരു 3/4 ഭാഗമേ പാടുള്ളൂ. ഇനി ഒരു വൃത്തിയുള്ള തുണിയെടുത്ത് ഇത് മൂടുക, എന്നിട്ട് കെട്ടിവെക്കുക. 21 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇനി ഇതെടുക്കാൻ പോകുന്നത്. അങ്ങനെ 21 ദിവസം കഴിഞ്ഞ് നമ്മളുടെ വൈൻ നമ്മൾ എടുക്കുവാണ്. ആദ്യം നമ്മളിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുവാണ്. പിന്നെ നന്നായി കഴുകി ഉണക്കിയ ഒരു ബക്കറ്റും ഒരു ടവലും എടുത്തിട്ട് ഈ ടവല് ബക്കറ്റിൻ്റെ മുകളിലായി കെട്ടിവെക്കണം. ഇനി ഈ വൈൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത്. ഇതിൽ അലിയാതെ കിടക്കുന്ന മുന്തിരിയൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം, എന്നിട്ട് ഇത് സെപ്പറേറ്റ് നമുക്ക് അരിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാം അരിച്ചെടുത്തതിന് ശേഷം ബാലൻസ് വന്നിരിക്കുന്ന മുന്തിരിയും കൂടി നമുക്ക് ഈ ടവലിൽ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ നമ്മൾ മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള മുന്തിരി നമുക്കത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന മുന്തിരിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ടവലിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇതേപോലെ പിഴിഞ്ഞെടുക്കുക. അങ്ങനെ ബാലൻസ് ഉള്ള എല്ലാ മുന്തിരിയും നമുക്ക് ഇതേപോലെ പിഴിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.